നമ്മളവിടെ നിന്ന് പോകണം ഗൈസ്. നല്ല നേരെ ഇന്ത്യ ഗേറ്റിൽ പോകണം. ഇന്ത്യ ഗേറ്റിൽ പോയിട്ട് അവിടെ കുടുംബശ്രീയുടെ ഒരു കഫേ ഉണ്ടെന്ന് പറയുന്നതായിട്ട് പോയി വല്ലതും കഴിക്കാം. വിശക്കുന്നു, രാവിലെ മുതലൊന്നും കഴിച്ചില്ല. അപ്പോൾ നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം ഗൈസ്. ഒരു കഫേ കുടുംബശ്രീ തിരക്കി വന്ന ഗൈസ്. ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെ കൊണ്ട് അവനെ ഇറക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ അല്ലല്ലോ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞിട്ട് ആ ഡെസ്റ്റിനേഷൻ വരെ അവനെ കൊണ്ടാക്കി. ഒന്ന് ഞാൻ തിരക്കി നടക്കുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഇവിടുത്തെ എനിക്കില്ല, ഞാൻ നടന്നു വരുമ്പോൾ ക്യൂട്ട് ഫോട്ടോ മാം എന്ന് പറഞ്ഞ് ഫോട്ടോ എടുത്ത് തരാൻ വേണ്ടിയിട്ടും കുറേ അങ്കിളുമാരും ചേട്ടന്മാരും ഉണ്ട്. വേണ്ടടാ എനിക്ക് വേണ്ട പറഞ്ഞിട്ടും പുറകെ നടന്നു. നോക്കിയില്ല ഞാൻ പിന്നെയും നടക്കുന്നു ഗൈസ്. അന്വേഷിച്ച് സ്ഥലം അന്വേഷിച്ച് ഇന്ത്യ ഗേറ്റിൻ്റെ കുറച്ച് കാണാൻ പറ്റുന്ന ഗൈസ് നമ്മൾ പോണ വഴിയിൽ കൂടി. India Gate, I am coming. मंजर पर मैं रुका नहीं, कभी खुद से भी मैं मिला नहीं, ये गिला तो है मैं खफा नहीं, शहर एक से गांव एक से लोग एक से नाम एक. ഇതിൻ്റെ എൻട്രി തിരക്കിയാണ് ഗൈസ് നമ്മൾ നടക്കുന്നത്. വളരെ വലുതാണ് ഈ ഇന്ത്യ ഗേറ്റ്. ഈ ഗേറ്റ് ആണെങ്കിലും പോകാനുള്ള വഴി, അകത്തോട്ടുള്ള വഴി വളരെ കഠിനമാണ്. എന്നെ കാണുമ്പോൾ ഇന്ത്യ ഗേറ്റ് എന്ന് പറയാൻ കൊള്ളാം. പക്ഷെ ഇതിനകത്തോട്ട് കിടക്കുന്നത് എങ്ങനെയെന്ന് അറിഞ്ഞുകൂടാ. അങ്ങോട്ടൊക്കെ കയ്യും കാലൊക്കെ ഇട്ട് കാണിക്കുന്നു. അവർ ഞാൻ കയറുന്നു ഗൈസ്. ഞാൻ കണ്ടുപിടിച്ചു. അകത്തോട്ട് കയറാൻ വേണ്ടി പോകണം ഗൈസ്. ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ അകത്തോട്ട്. ഒരു കാര്യം അറിയാമോ ഗൈസ്, അവൻ എന്നെ ആദ്യം കൊണ്ട് നിർത്തിയത് എനിക്ക് പോവേണ്ടി ഇന്ത്യ ഗേറ്റിൻ്റെ അവിടെയായിരുന്നു. അത് വകവയ്ക്കാതെ ഞാൻ ഡെസ്റ്റിനേഷൻ ആയില്ലല്ലോ എന്ന് പറഞ്ഞ് ചോദിച്ചതും ഉള്ളൂ അവൻ എൻ്റെ ഡെസ്റ്റിനേഷനിൽ കൊണ്ട് എത്തിച്ചേർന്നു. എനിക്ക് ഭയങ്കര ഗൈസ്, ഇത് ഇന്ത്യ ഗേറ്റ് മൊത്തം 360 ഡിഗ്രിയിൽ നിന്ന് ഞാൻ കണ്ടിരുന്നു ഗൈസ്. എൻ്റെ ഒരു അവസ്ഥ നോക്കണേ. അവസാനം നമ്മൾ എൻട്രി കണ്ടെത്തിയിരിക്കുന്നു. ടോയ്ലറ്റ് ബ്ലോക്സ് കോട്ട് ഡ്രിങ്കിങ് വാട്ടർ എന്നൊരു സ്ഥലത്ത് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മളത് കണക്കാക്കി പോവുകയാണെങ്കിൽ ഇപ്പോൾ കാണുന്ന ഇന്ത്യ ഗേറ്റ്. നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഫുഡാണ്. ഫുഡ് താഴെയാണ്, ഫുഡ് കോർട്ട്. നമുക്ക് ഫസ്റ്റ് ഫുഡ് കോർട്ടിൽ പോയിട്ട് നമുക്ക് ഇന്ത്യ ഗേറ്റ് കാണാം. ഫസ്റ്റ് ഫുഡാണ് മെയിൻ. കൊള്ളാം. താഴെ ഉള്ളൊരു വഴി കൂടെ പോകാം. കുടുംബശ്രീ അവിടെ അല്ല ഗൈസ്, അവിടെ തമിഴ്നാടും ആസാമിൻ്റെയാണ് കണ്ടത്. ഞാൻ നേരത്തെ നിന്നത് മറ്റേ വശത്തായിരുന്നു ഗൈസ്. അതിലെ വഴി എനിക്ക് നടന്ന് കയറാവുന്നതേ ഉണ്ടായിരുന്നത്. അറിഞ്ഞൂടല്ലോ, ആദ്യമായിട്ട് വരുന്നതല്ലേ. നോക്ക് ഗൈസ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ 360 ഡിഗ്രി ഇന്ത്യ ഗേറ്റിൻ്റെ 360 ഡിഗ്രി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. കാരണം നമ്മൾ അങ്ങനെയാണ് നിന്ന് ഇന്ത്യ ഗേറ്റ് കണ്ടത്. നോക്കൂ ഗൈസ്, ഇലകളുടെ മടവിലൂടെ ഏതോ കാണുന്നു ഇന്ത്യ ഗേറ്റ്. മതിലില്ലാത്ത ഇന്ത്യ ഗേറ്റ്. ഇന്ത്യ ഗേറ്റ് വെയിലാണെങ്കിലും ഒരു തണുത്ത കാറ്റുണ്ട്, അതുകൊണ്ട് അധികം വേർക്കുന്നില്ല. ഈ സൈഡിൽ നിന്ന് അങ്ങോട്ടാണ് കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കണ്ടാ, ഞാൻ പോയ സ്ഥലം കറക്റ്റാണ്. मिट्टी जैसे सपने ये किताबी पलकों से झाड़ो फिर आ जाते हैं, इतने सारे सपने क्या कहूँ. കണ്ടില്ലേ, നേരത്തെ കണ്ട അതേ വഴി കാണുന്നുണ്ടോ? ഇവിടെ കഫേ കുടുംബശ്രീ കണ്ടു ഗൈസ്. നിന്ന് കഴിക്കണോ? അതിഷ്ടപ്പെട്ടില്ല. നിന്ന് കഴിക്കാനേ പറ്റുള്ളൂ.
ഗൈസ്, സാമ്പാർ, പപ്പടം, അച്ചാർ, ബീട്രൂട്ട്, ഫിഷ് ഫ്രൈ. വിശന്നിട്ട് വയ്യ. കോവയ്ക്ക തുരന്നുണ്ടോ? ചൂട് ചോറ് വെച്ചിട്ട് എത്ര ദിവസമായി? 2 ദിവസമായുള്ളൂ. പക്ഷെ സൂപ്പർ. ചൂട് ഫിഷ് ഫ്രൈ. ചെയർ സെറ്റപ്പും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ സെറ്റായിരുന്നു, ഇരുന്ന് കഴിക്കായിരുന്നു. ഗൈസ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറേ സമയം ഞാനവിടെ റെസ്റ്റ് എടുത്ത്. അവിടെ തന്നെ ഇരിക്കാനും ഒക്കെ ഉള്ള പ്ലേസ് ഉണ്ട് ഗൈസ്. കുടിക്കാനും ടോയ്ലറ്റ് ഫെസിലിറ്റീസും ഒക്കെ ഉണ്ട്. പിന്നെ കുറച്ച് സമയം അവിടെ ഞാൻ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഇന്ത്യ ഗേറ്റ് കണ്ടില്ലല്ലോ, അതുകൊണ്ട് ഇന്ത്യ ഗേറ്റ് കാണാൻ വേണ്ടിയിട്ട് വന്നു ഗൈസ്. അതിനകത്ത് സൂക്ഷിച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതിയിരിക്കുന്നത് കാണുന്നുണ്ടോ? ഇന്ത്യ ഗേറ്റ്. छोड़ा है जहान नीचे मैं तुम्हारे अब हूँ हवाले अब दूर दूर लोग बाग मीलों दूर ये वादी. ഈ അണ്ടർപാസ് വഴി നമ്മൾ എക്സിറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് ഇവിടെ നിന്ന്. ഇന്ത്യ ഗേറ്റ് എക്സിറ്റ് ചെയ്യുന്നു ഇവിടെ നിന്ന്. അപ്പുറത്തെ എന്താണെന്ന് നോക്കാം. വിജയ് ചൗക്കൊക്കെ അങ്ങോട്ടാണെന്ന് കാണിക്കുന്നു. എല്ലാം ഇന്ത്യ ഗേറ്റിനെ കുറിച്ചൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. 16 പെർമനൻറ്റ് ബ്രിഡ്ജസ് ഉണ്ട് ഇതിനകത്ത്. 19 ഏക്കറാണ് ഇതിൻ്റെ ടോട്ടൽ കനാൽ ഏരിയ. 101 ഏക്കർ ഓഫ് ലാൻഡ്സ് റീപ്ലാന്റഡ്. ഇതൊക്കെ ഗവൺമെൻറ് ചെയ്തെന്നുള്ള കാര്യമാണ് പറയുന്നത്. അവിടെ നിന്ന് അണ്ടർ പാസ് ഇറങ്ങുന്നവർ ഇവിടെയാണ് വരുന്നത്. കാര്യവത് പാത്ത് ഇവിടെയാണ്. ഇങ്ങനെ പബ്ലിക്കായിട്ടുള്ള എന്തെങ്കിലും ഇവൻറ്റ്സ്, നാഷണൽ ഇവൻറ്റ്സ് ഒക്കെ വരുമ്പോൾ നടക്കുന്ന സ്ഥലം. റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നു ഗൈസ്. ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട്. कभी डाल डाल कभी बात बात मेरे साथ साथ फिर दर दर. Janpat market very nice. Tour place CP India CP. Okay. Now ये जनपद market. जनपद market. Very nice. ये गुजराती market. ये जनपद market main बाजार. നമ്മൾ തിരിച്ച് ഇവിടെ എത്തിയിട്ടുണ്ട് റെയിൽവേ സ്റ്റേഷനിൽ.